ഇത് ഞങ്ങള് US ട്രിപ്പിന് പോയതാ. അപ്പൊ US റൗണ്ട് ട്രിപ്പാണ്, 1 month ആണ് ട്രിപ്പ്. അപ്പൊ ഇത് നമ്മുടെ നാദൃശക്കയുടെ ട്രിപ്പാണ്. അപ്പൊ നാദൃശക്കയുടെ ട്രിപ്പാണ്, ജയറാം ഷോ ആണ്, ജയറാം ഏട്ടനാണ് മെയിൻ. അപ്പൊ ജയറാം ഏട്ടനുണ്ട്, കണ്ണനുണ്ട്, കാളിദാസ് ഉണ്ട്, പിഷു ഉണ്ട്, നാദുക്കുണ്ട്, പ്രിയാമണി ഉണ്ട്, സാജു നവോദയ, പാഷാണം ഷാജി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് അന്ന്. ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പിന് പോവാണ്. അപ്പം കുറേയൊക്കെ നമുക്ക് എയർപ്ലെയിനിലായിരിക്കും ചില ട്രിപ്സ് പോകുന്നത്, ചിലത് ബൈ റോഡ് പോകും. അപ്പം നമുക്ക് അന്ന് ആ ട്രിപ്പിൽ നമുക്ക് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ മെക്സിക്കൻ ബോർഡർ ഭയങ്കര ഒരു പോപ്പുലർ സാധനമാണ്. പലരും ഇല്ലീഗലായിട്ട് കടക്കുന്ന അങ്ങനെയൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. അപ്പം ഇതിലേ നമ്മൾ പോകുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്സിക്കോയിൽ പോയോന്ന് ചോദിച്ചാൽ പോയി, ഒരു കാലം എടുത്തപ്പുറത്ത് വെച്ചാൽ മെക്സിക്കോ ആയി, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഉദ്ദേശം, ആ ബോർഡറിൽ പോകണം, ഫോട്ടോസ് എടുക്കണം. അപ്പൊ നമ്മള് ബസ്സിലാണ് അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ വിശപ്പിന്റെ വിളി വന്നു ഒബ്വിയസ് ആയിട്ടും. അപ്പോൾ ജയറാമേട്ട കഴിക്കാം, എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് തപ്പുവാണ്, ഇത് എവിടെയാണ്, കുറച്ചൊരു കുഗ്രാമം പോലെയൊക്കെയാ. മറ്റേ സിറ്റിയിൽ കാണുന്ന പോലെ ഷാക്സോ അല്ലെങ്കിൽ കുറെ റെസ്റ്റോറൻറ്റ്സോ കഫേസോ ഒന്നും കാണുന്നില്ല. അപ്പൊ കുറേ സ്ഥലം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, ഫുള്ള് മറ്റേ കാട് പോലെയൊക്കെ, ഇങ്ങനെ കൗണ്ടി ഏരിയ പോലെയൊക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒന്നും കാണുന്നില്ല. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷാക്ക് പോലെ ഒരു സാധനം. അപ്പം അതൊക്കെ പറഞ്ഞ ചെറിയ എന്തോ സെറ്റപ്പാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും മതി, വിശപ്പ് കത്തിയിട്ടും പാടില്ല വയറ്, എവിടെന്നെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞ് ഭയങ്കര ക്യൂട്ട് കഫേ, നമ്മുടെ തട്ടുകടയൊക്കെ പോലത്തെ അവിടുത്തെ തട്ടുകട, അതാണ് സത്യം. അവിടുത്തെ ഒരു ഫാമിലി നടത്തുന്ന ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പൊ നമ്മൾ പോകുന്നു, നമ്മളിരിക്കുന്നു. അപ്പം ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയറാമേട്ടൻ്റെ തലയിലാണെന്ന് തോന്നുന്നു ഈ സാധനം പൊന്തി വരും, ഈ ഐഡിയ പൊങ്ങി വരുന്നത്. അതായത് നമ്മൾ അന്ന് കുറേ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ജയറാമേട്ടൻ മറ്റേ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടുന്ന ഒരു സാധനമാണ്, എനിക്ക് എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ തെറ്റിപ്പോകണ്ട വെച്ചിട്ടാ, ഒരു കുഞ്ഞിങ്ങനെ റൗണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് മറ്റേ ഈ അടിക്കണ സാധനം, ഇങ്ങനെയുള്ള കുറച്ച് കൊച്ചു സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ജയറാമേട്ടൻ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ഇത്രയും സാധനങ്ങളുണ്ട്, പാടി നോക്കാം, ഇവർ വിചാരിക്കട്ടെ നമ്മൾ സ്ട്രീറ്റ് പെർഫോമേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അപ്പോൾ ഇവർ എല്ലാവരും ഓണായി, ജയറാമേട്ടൻ, പിഷാരടി, നാദൃശക്ക എല്ലാവരും ഓണായി, എല്ലാവരും ഓരോ സാധനം എടുത്തിട്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്, ബാക്കി ഫുള്ളിങ്ങനെ ഒരു മുറ്റം പോലെ കിടക്കുക. ഇതിനകത്ത് വേറെ കുറേ മദാമ്മമാരൊക്കെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഈ സാധനം ജയറാമേട്ടൻ ഇത് കൊട്ടാൻ തുടങ്ങി. ഒരാൾ മറ്റേ കുപ്പിയൊക്കെ വെച്ചിട്ട് കൊട്ടാൻ തുടങ്ങി. എന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി, ഡെൽസി പാടാൻ തുടങ്ങിയപ്പം പതുക്കെ അന്ന് ശ്രീജിത്ത് മാസ്റ്ററാണ് നമ്മുടെ കൊറിയോഗ്രാഫർ, അദ്ദേഹം അന്ന് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആള് പതുക്കെ പ്രിയമണീനെ, അപ്പൊ അപ്പോഴേക്കും ആള് കൂടി തുടങ്ങി അവിടെ. അതിനകത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പുറത്ത് വന്ന് ഇവര് നമ്മുടെ കൂടെ, ഇവിടത്തെ പോലെ അല്ലല്ലോ, അവർ നമ്മുടെ കൂടെ കൂടും. അപ്പൊ കൂടി അപ്പൊ പതുക്കെ പ്രിയാമണീനെ വിളിച്ചോണ്ട് വന്ന് നടുക്ക് കൊണ്ടുവന്നിട്ട് ഇവര് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അടുത്ത എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ നൈസായിട്ട് ഇതൊക്കെ നടക്കുമ്പോ ആള് കൂടി അവിടെ അത്യാവശ്യം ആളായി. കണ്ണൻ നൈസായിട്ട് ഞാൻ നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഇപ്പം തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, നൈസായിട്ട് ഈ തൊപ്പി ഊരിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഇവൻ ഈ സാധനം കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ പാവം ഇതുങ്ങൾ പൈസ ഇട്ടോണ്ടിരിക്ക. ഞങ്ങൾ നോക്കുമ്പോ കോയിൻസും ഇതൊക്കെ തുരുതുരാന്ന് പിന്നെ ഒരു മുഖഭാവം ഇല്ല, ഇങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന പോലെ പിരിവെടുക്കുന്ന പോലെ. അപ്പൊ ഇവർക്ക് ആവേശം കൊണ്ടിട്ട് ഇവര് നിർത്താണ്ട് ഒരു പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ട് കഴിഞ്ഞു പാടിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പി ഏതാണ്ട് നിറഞ്ഞപ്പോ ഞങ്ങള് ചാച്ച പറഞ്ഞ് ബസ്സിൽ കയറി ഞങ്ങൾ പോയി. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കൗണ്ട് ചെയ്യുക, ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് തൊപ്പിക്കകത്ത് എത്ര കാശ് വീണ്. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു കോയിൻസ് ആണല്ലോ ഇവരിടുന്നതല്ല, എല്ലാം കൂടി അന്ന് $11 എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ചർച്ച ഇനി $11 എല്ലാരും കൂടി സമ്പാദിച്ചത് ഇത് എങ്ങനെ അത് ഭയങ്കര രസമുള്ളൊരു എന്താ പറയാ മൊമെന്റ് ആയിരുന്നു. എത്ര വർഷം കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഓർത്തിരിക്കും. അടിപൊളിക്കറിയാം, നിങ്ങൾക്കും കഥ പറയാനുള്ള ഒരു സ്കില്ലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കഥകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ ചോദിച്ചത്.